NK പ്രേമചന്ദ്രൻ MP BJPയിൽ പോവും? അങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കൊല്ലത്തുകാരിൽ പ്രേമചന്ദ്രനെ നേരിട്ടറിയാവുന്നവർ പറയില്ല അദ്ദേഹം BJPയിൽ പോകുമെന്ന്. പിന്നെ രാഷ്ട്രീയമല്ലേ, നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി നടത്തിയ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മറുകണ്ഠം ചാടിയേക്കുമെന്ന് പലരും പറയുന്നത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതാണ്. ഈ വിരുന്ന് കോൺഗ്രസിനെ വെട്ടിലാക്കി എന്നുള്ളത് ശരിയാണ്. ഇത് പ്രേമചന്ദ്രൻ ഒഴിവാക്കാമായിരുന്നു, പുലിവാല് പിടിക്കണ്ടായിരുന്നു. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളിൽ നിന്ന് പ്രേമചന്ദ്രനെ മാത്രമാണ് മോദി ക്ഷണിച്ചത്. ഉത്സാഹപൂർവ്വം വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ പിന്നീട് ഇതിനെ പുതിയ അനുഭവമായി വിശേഷിപ്പിക്കുകയും ചെയ്തതോടെ പല കോൺഗ്രസ് നേതാക്കളും രോക്ഷത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ആശങ്കയിൽ ഓരോ സംസ്ഥാനത്തെയും ചെറുകക്ഷികളെ ഉൾപ്പെടെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഉത്തർപ്രദേശിൽ RLDയെ പിടിക്കാൻ വലിയ വാഗ്ദാനങ്ങൾ നൽകി. അവർ ചാക്കിൽ കയറുമെന്ന ലക്ഷണത്തിലാണ്. പ്രധാനമന്ത്രി നേരിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാനും വലയിൽ വീഴാൻ സാധ്യതയുള്ളവരെ മനസ്സിലാക്കാനുമാണ് മോദി ഉച്ചവിരുന്ന് തന്ത്രം പരീക്ഷിച്ചത്. ഈ ചെറിയ തിരയിൽ കുത്തിയ പ്രേമചന്ദ്രൻ അത്ര പെട്ടെന്നൊന്നും വലയിൽ വീഴുമോ എന്നറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ആലോചന നടത്തിയാലോ? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് പിന്നെ ഒരംഗത്തിന് ബാല്യമുണ്ടാകുമോ പ്രേമചന്ദ്രന്? വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ശിഷ്ടകാലം ഒരു ക്യാബിനറ്റ് മന്ത്രിയായി ഇരുന്നൂടെ? കാലാവധി കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്യാം. ഇതൊക്കെ പ്രേമചന്ദ്രൻ്റെ കണക്കൂട്ടുകളാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കേട്ടപ്പോൾ അങ്ങനെയും ആകാമെന്ന് എനിക്കും തോന്നി. ഇപ്പോൾ UDFൻ്റെ ഭാഗമായി മത്സരിക്കുക, വിജയിച്ചാൽ കാലുമാറി ചവിട്ടുക. എങ്ങനെയുണ്ട് ഐഡിയ? മനുഷ്യനല്ലേ, എല്ലാവർക്കും ബലഹീനതകളൊക്കെ ഇല്ലേ, ആഗ്രഹങ്ങളുമില്ലേ? RSPയിൽ നിന്നാൽ ഈ ജന്മത്തൊരു കേന്ദ്രമന്ത്രിയാകാൻ പറ്റുമോ? RSP എന്ന പാർട്ടി പോലും പേരിന് മാത്രമായി ചുരുങ്ങിയാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ഓഫർ സ്വീകരിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. മനുഷ്യനല്ലേ, ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളല്ലേ. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവും മിത്രവുമില്ല. മാത്രമല്ല, കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്ത് പ്രേമചന്ദ്രന് BJPയുമായി നീക്കുപോക്കുകളുണ്ടെന്ന ആരോപണങ്ങളും ശക്തമാണ്. BJP വോട്ട് മറിക്കുന്നുവെന്ന ആരോപണം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതിനുള്ള തെളിവുകളും ഇത് പറയുന്നവർ നിരത്തുന്നുണ്ട്. ഏതായാലും പ്രേമചന്ദ്രൻ്റെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം.